ഓണക്കാലത്ത് സംസ്ഥാനത്തേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ ഒഴുകിയെത്താനുള്ള സാധ്യത മുൻനിർത്തി പരിശോധന ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്സവ സീസണിൽ ലഹരി മാഫിയ സജീവമാകാൻ സാധ്യതയുണ്ടെന്നും ലഹരി കടത്തുന്നവരെയും വിൽക്കുന്നവരെയും പിടികൂടാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഹരി വ്യാപകമായിട്ട് ഒഴുകുന്നുണ്ട്. അത് മാത്രമല്ല, സ്പിരിറ്റും വ്യാപകമായിട്ട് ഒഴുകുന്നുണ്ട്. അതിന്റെ ഒരു എങ്ങനെയാണ് ഒഴുക്കുന്നവരെല്ലാം പിടിക്കും, അത്രേ ഉള്ളൂ. ശക്തമായ നടപടി സ്വീകരിക്കും. അതിന് പോലീസിന് എല്ലാ തലങ്ങളിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓണക്കാലത്ത് ലഹരി ഒഴുക്കുന്നവർ, സ്പിരിറ്റ് ഒഴുക്കുന്നവർ, അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഓണക്കാലത്ത് മദ്യം ഒഴുക്കുകയല്ലോ വേണ്ടേ, അല്ലെങ്കിൽ ഓണക്കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുകയല്ലോ വേണ്ടത്. അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. പോലീസും എക്സൈസും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഒരുമിച്ച് ഈ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. കേസുകളുടെ വർധനവ് വളരെ ഉണ്ട്. കാരണം പോലീസ് വളരെ ആക്റ്റീവാണ്. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് കള്ളക്കളി കളിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അത് ശക്തമായി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല, എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കേണ്ടതാണ്. ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ തുഫാൻ. ഇതുവരെ തുഫാൻ 75 ദിവസം പിന്നിടുന്നു. വൻ വിജയമാണ്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. എല്ലാം ഇന്നും നാളെ കൊണ്ട് എല്ലാം, പിന്നെ അവരുടെ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അത് പൂർത്തിയാകും. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അത് ഇന്നും നാളെ കൊണ്ടെല്ലാം പൂർത്തിയാവും. വളരെ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അത് അനുകൂലിക്കാൻ കഴിയില്ല. ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല. ഒരു വൈസ് ചാൻസലറെ, ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലറുടെ പേരിൽ ശവമഞ്ചം ഒരുക്കുക, ഇതേത് പ്രാകൃതമായ സമര ആഭാസമാണ്? ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അത് നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കും. ഗവർണർ DGP ഇക്കാര്യത്തിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ. അല്ല, ഗൗരവമായ കാര്യമല്ലേ ഇത്? ഒരു വൈസ് ചാൻസലറെ മർദ്ദിക്കുക, അടിക്കുക, ശവമഞ്ചം ചുമക്കുക, പോലീസ് ശക്തമായ നടപടി ചെയ്യും.